ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു സീരീസ് റിവ്യൂലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യം പോലെ ഇപ്രാവശ്യം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന പുതിയൊരു സീരീസ് റിവ്യൂയെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊരു വെബ് സീരീസാണ്. നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്ത പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്നാണ് മൂവിയുടെ പേര്. ഇത് ഏകദേശം 7 എപ്പിസോഡാണ് ഇതിലുള്ളത്. കാരണം നമ്മുടെ മലയാളത്തിൽ സജീവമായിട്ടുള്ള ഒരുപാട് താരങ്ങൾ ചിത്രത്തിലുണ്ട്. പ്രവീൺ ചന്ദ്രനാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ വിതരണാവകാശം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആയിരുന്നു വിതരണാവകാശം. അപ്പോൾ ഇതിൽ ഏകദേശം 7 എപ്പിസോഡാണ്. 7 എപ്പിസോഡും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കോമഡികൾസൊക്കെ ഉള്ളൊരു നല്ലൊരു വെബ് സീരീസാണ്. ഇതിന് ട്രെയിലർ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ഷനും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്കെന്തെങ്കിലും ഇതിൻ്റെ കാശി നോക്കി കഴിഞ്ഞാൽ നിഖില വിമൽ, അതുപോലെ തന്നെ സണ്ണി വെയിൻ, വിജയരാഘവൻ, അശോകൻ തുടങ്ങിയ അജു വർഗീസ് തുടങ്ങിയവരൊക്കെ പ്രധാനമായിട്ടുള്ള റോൾ വരുന്നുണ്ട്. ബാക്കി ഒരുപാട് താരങ്ങളുണ്ട്. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടു മറന്നിട്ടുമായിട്ടുള്ളതും അതുപോലെ തന്നെ ഈ കോമഡിക്ക് ആർട്ടിസ്റ്റായിട്ടുള്ള ഒരുപാട് താരങ്ങൾ ചിത്രത്തിലുണ്ട്. ഈ 7 എപ്പിസോഡിലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു കോമഡികളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ഫ്രഷ്നെസ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിഷ്വൽ സൈഡും എല്ലാം കൊണ്ട് ഒരു ഓക്കെ തന്നെയായിരുന്നു. ഇതിൻ്റെ പ്രൈം ലീഗിൻ്റെ പാട്ടുകളാണെങ്കിൽ പോലും നമ്മളൊരു ഫിലിം കണ്ടിട്ടുള്ളൊരു ഫീലായിരുന്നു നമുക്കിത് കണ്ടപ്പോൾ. ഒരിക്കലും വെബ് സീരീസ് നല്ല തോന്നലില്ല. കാരണം അങ്ങനെ തോന്നുന്നു വെച്ചാൽ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, കണ്ടിന്യൂഷനായിട്ട് ഓരോ എപ്പിസോഡ് അങ്ങനെ കഴിയുമ്പോഴുള്ള ഒരു തോന്നൽ മാത്രം, അല്ലാണ്ട് തന്നെ പടത്തിലുള്ള ക്വാളിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയമാണ്. ഒരു നാട്ടിൽ നടക്കുന്നത്, ഒരു പേരല്ലൂർ എന്ന് പറയുന്ന നാട് ഒരു ഗ്രാമീണ നാടാണ്. അപ്പോൾ അവിടെ അവർ കാണിക്കുന്ന ഓരോ കോമാളിത്തരങ്ങളും അല്ലെങ്കിൽ അവരുടേതായ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒരു യാദൃശ്യമായിട്ട് നമ്മുടെ കഥാനായിക കടന്നു വരികയാണ്. അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതിലേക്ക് നമ്മുടെ നായകൻ വരുന്നു. നായകൻ എന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, കല്യാണം കഴിക്കണം, ലീവിന് വരുന്നു. അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ കാണുന്നു. പല കാരണം കൊണ്ടും അത് നടന്നു പോകുന്നില്ല. അങ്ങനെ കുറച്ച് നമ്മുടെ നായികയെ ആദൃശ്യമായിട്ട് കാണുന്നു. പിന്നീട് എന്തൊക്കെയോ കാരണം കൊണ്ട് അവർ വേർപിരിയുന്നു. അപ്പോൾ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് സർവോപരി നമ്മുടെ നിഖില വിമൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ നമുക്ക് അറിയാമല്ലോ, ഗ്രാമത്തിലൊരു പഞ്ചായത്തിലെ ഇലക്ഷൻ നിൽക്കുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളും അവിടുത്തെ ഫണ്ടിങ് പരിപാടിയും കാര്യങ്ങളും ആരൊക്കെയാണ് നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിലെടുത്ത് പറയേണ്ട വിജയരാഘവൻ്റെ പ്രകടനമാണ്. അദ്ദേഹം ഒരു രക്ഷണ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ അശോകൻ നല്ല കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് എന്നൊക്കെ പറയാൻ സാധിക്കും. കാരണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കോമഡി കാര്യങ്ങളൊക്കെ ഇതിലും അത്യാവശ്യം കോമഡികളൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോൾ തന്നെ അജു വർഗീസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു സൈക്കോ ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികം സീൻസിലാണെങ്കിൽ പോലും ഏതൊക്കെ സീൻസാണ് അജു വർഗീസിനെ കാണിച്ചെങ്കിൽ അജു വർഗീസിൻ്റെ സീൻസ് ബൈ സീൻസും കാര്യങ്ങളൊക്കെ നല്ല കോമഡികളാണ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ഓരോരോ കഥാപാത്രങ്ങളൊരു ഫ്ലാഷ് ബാക്ക് ഒരു ലവ് സ്റ്റോറി പറഞ്ഞ പോലെ പോകുന്നുണ്ട്. ഇതിൽ ശിവജി ഗുരുവായൂർ നമ്മുടെ സണ്ണി വെയിനായിട്ടൊരു പെണ്ണ് കാണാൻ പോകുന്ന സീനുണ്ട്, നല്ലൊരു ഭാഗമായിരുന്നു. അതുപോലെ തന്നെ ഇതിലൊരു ഒളിച്ചോടിയിട്ട് ഒരു ക്ഷേത്രത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്ന ഭാഗമുണ്ട്. അതായത് പഴയൊരു കാമയും കണ്ടുപിടിച്ച സീനും അത് നല്ല രസം തന്നെയാണ്. അത് കാണാത്തവർക്ക് എന്തായാലും മനസ്സിലാവും. അതുപോലെ തന്നെ ബസ്സിൻ്റെ ഒരു ടൈറ്റിൽ, ബസ്സിനുള്ള പേര് ഇതുമായിട്ട് പ്രിൻ്റ് അടിച്ചിട്ട് ബസ് പോകുമ്പോൾ ഒരു പേര് വരുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നല്ലൊരു കോമഡി സീൻസ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ സീൻസും 7 എപ്പിസോഡിലാണെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചാൽ അവർക്ക് സപ്പോർട്ടിങ് ആയിട്ട് ശിവജി ഗുരുവായൂരിൻ്റെ കോമഡി സീൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേരിൽ പ്രൈമറിലേക്ക് ഒരിക്കലും മോശം എന്ന് പറയുന്ന ഒരു സീരീസ് അല്ല. കാരണം നമ്മൾ കണ്ടു പറഞ്ഞിട്ടുള്ള സ്റ്റോറിയൊക്കെ ആണെങ്കിൽ പോലും സ്റ്റോറിയിൽ പുതുമ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അതിലുള്ള കോമഡി സീൻസ് ആണെങ്കിലും ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഒരു വെബ് സീരീസിൽ അഭിനയിക്കുന്നു പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് സീസണാണ് കഴിഞ്ഞത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു ഏവറേജിന് മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഏവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് പേരിൽ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളങ്ങനെ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നമുക്ക് യാദൃശ്യമായിട്ട് എന്താ പറയുക, വീഡിയോ ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വോയിസ് ഓവറുള്ള വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ക്ഷമിക്കുന്നു. എന്തായാലും നമ്മൾ പുതിയൊരു സീരീസും അല്ലെങ്കിൽ പുതിയൊരു മൂവീസിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അതുമായിരിക്കും ബൈ ഫ്രണ്ട്സ്.